ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് നമ്മുടെ പത്തനംതിട്ട ഇടത്താവളത്തിൽ നടക്കുന്ന അക്വേറിയം ഫെസ്റ്റിവലാണ്. ഇത് നമുക്ക് നല്ല ഒരു സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. ഒരുപാടുണ്ട്. നമ്മൾ കടലിന് നടുവിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ്. ഒരു ഇരുണ്ട നീല കളറ് നമ്മൾ വെള്ളത്തിനടിയിലൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീലിങ്. പിന്നെ നമുക്ക് തലയ്ക്ക് ചുറ്റിനും മീനുകളാണ്. അത്രയും മനോഹരമായ മത്സ്യങ്ങളെയൊക്കെ കണ്ട് നമുക്കിങ്ങനെ അതിനുള്ളിലേക്ക് നടന്നു പോയി ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളാണ്. എത്ര മനോഹരമാണെന്ന് നോക്കും. ഒരുപാട് ബ്ലോഗർമാരും സെൽഫി എടുക്കുന്നവരും ഫോട്ടോസ് എടുക്കുന്നവരും വീഡിയോസ് എടുക്കുന്നവരുടെയും ഒരുപാട് തിരക്കാണ്. 150 രൂപയാണ് ഒരാൾക്ക് അവിടെ കയറുന്നതിന്. അവിടുത്തെ പാസ് 150 രൂപയാണ്. കണ്ടോ എത്ര നല്ല മനോഹരമാണെന്നറിയോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ അവിടെ ഭയങ്കര തിരക്കാണ്. നമ്മുടെ മക്കളെയും കൊണ്ടൊക്കെ പോയി ചെന്ന് കാണാൻ നല്ല ഒരു കണ്ണിന് കുളിർമയേകുന്ന, മനസ്സിന് കുളിർമയേകുന്ന, ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. അപ്പം നമ്മൾക്ക് ഒരുപാട് അക്വേറിയത്തിലൊക്കെ വളർത്തുന്ന മീനുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മത്സ്യങ്ങളുണ്ടെന്നുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷമാണ്. വളരെ സന്തോഷകരമായിട്ട് അവർ ആർത്തുല്ലസിച്ച് ഇങ്ങനെ ഓടി നടന്ന് മീനുകളെയൊക്കെ തൊടുകയും ഇത് കണ്ടില്ലേ എന്ത് രസമാണെന്നറിയോ. ഒരു വഴിക്കൊന്ന് അങ്ങോട്ടേക്ക് പോകും, അവിടെ ചെന്ന് എല്ലാം കൂടെ നിന്നിട്ട് നേരെ ഓപ്പോസിറ്റ് തിരിച്ചു വരും. കണ്ടില്ല ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കാണുമ്പം നമുക്കെന്തൊരു സന്തോഷമാണ്. എന്താൾക്കാർ അവിടെ നിന്ന് അതിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ പിടിക്കുകയൊക്കെ ചെയ്യുന്നതെന്നറിയാം. അപ്പം ഇങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് പത്തനംതിട്ട ഇടത്താവളത്തിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് അക്വേറിയം ഫെസ്റ്റിവൽ. എല്ലാവരും പോയി കാണണം. അതിമനോഹരമാണ്. അതുപോലെ തന്നെ നമുക്കവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. വേറെ നല്ല നല്ല നമുക്ക് മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്നു. നമ്മളൊക്കെ കഥകളിലൊക്കെ കേട്ടിട്ടും വായിച്ചിട്ടുമുള്ള മത്സ്യകന്യകമാർ, 2 മത്സ്യകന്യകമാരുണ്ട് ഇവിടെ. നിങ്ങൾ നോക്ക് എത്ര മനോഹരമാണ് അവർ നീന്തി തുടിക്കുന്നതെന്നൊക്കെ. എത്ര രസകരമാണെന്നറിയോ. അവരുടെ മെയ് വഴക്കവും ശരീരത്തിൻ്റെ ഘടനയും ഒക്കെ നമുക്ക് നല്ല ഭംഗി. അവർ നമ്മളോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ നമ്മളോട് ചിരിച്ച് കാണിക്കും, നമുക്ക് ടാറ്റ തരും. കുട്ടികളോടൊക്കെ നല്ല രീതിയിൽ നോക്കിക്കാൻ നല്ല രസമാണ്. അവർ ഇന്തോനേഷ്യക്കാരാണെന്ന് പറയുന്നു. നമുക്ക് ഭാഷ വേറെ ആൾക്കാർ ഇതുപോലെ തന്നെ ഈ മത്സ്യകന്യകമാരായിട്ടുള്ളവരൊക്കെ അവിടെ വേറെയും നമ്മൾ പുറത്ത് കണ്ട് അവർ ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്നതൊക്കെ നമ്മൾ കണ്ട് അവരെയൊക്കെ കണ്ട് നല്ല സന്തോഷമായിരുന്നു. ഇതൊക്കെ പിള്ളേർക്ക് ഒരുപാട് രസമാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണാൻ പോയത് റോബർട്ടിനെയാണ്. റോബർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ യുഗത്തിൽ റോബർട്ടാണ് ഈ കാലഘട്ടത്തിൽ പ്രധാനമായ ഒരു കഥാപാത്രം. കുറച്ചുകൂടി പറയുവാണെങ്കിൽ നമുക്ക് വെഞ്ഞാറമ്മൂടൻ്റെ ആ സിനിമ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. നമുക്കും ഇതുപോലൊരു കൂട്ടുകാരൻ, നമ്മുടെ കൂടെ നടക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ ഇതിപ്പം പിള്ളേർക്കൊക്കെ എന്തോ ഒരു ഇഷ്ടമാണെന്നറിയാം ഇതൊക്കെ കാണുന്നത്. അങ്ങനത്തെ ഒരവസരമാണ് നമുക്ക് കിട്ടിയത്. നിങ്ങളെല്ലാവരും പോയി കാണണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. നിങ്ങളെല്ലാവരും പോയി ഇത് കാണണം, കണ്ട് സന്തോഷിക്കണം. ഓക്കെ, താങ്ക് യു.